عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: إذا أحب الله عبدا نادى جبريل: إن الله يحب فلانا فأحبه. فيحبه جبريل فينادي جبريل في أهل السماء: إن الله يحب فلانا فأحبوه. فيحبه أهل السماء ثم يوضع له القبول في أهل الأرض. فإذا أبغض عبدا دعا جبريل فيقول: إني أبغض فلانا فأبغضه. قال: فيبغضه جبريل ثم ينادي في أهل السماء: إن الله يبغض فلانا فأبغضوه. قال: فيبغضونه ثم توضع له البغضاء في الأرض. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു പറയും: തീർച്ചയായും അല്ലാഹു ഇന്നയാളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതിനാൽ നീയും അയാളെ ഇഷ്ടപ്പെടുക. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അയാളെ ഇഷ്ടപ്പെടുകയും ആകാശ ലോകത്തുള്ളവരോടായി വിളിച്ചു പറയുകയും ചെയ്യും: അല്ലാഹു ഇന്നയാളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും ഇഷ്ടപ്പെടുകയും. അപ്പോൾ ആകാശ ലോകത്തുള്ളവരെല്ലാം അയാളെ ഇഷ്ടപ്പെടും. പിന്നീട് ഭൂമി ലോകത്തും അയാൾക്ക് സ്വീകാര്യത ഉണ്ടാക്കപ്പെടുന്നു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളോട് കോപിഷ്ഠനായാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു പറയും: തീർച്ചയായും അല്ലാഹു ഇന്നയാളോട് കോപിഷ്ഠനാകുന്നു, അതുകൊണ്ട് നീയും അവനോട് കോപിഷ്ഠനാവുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിലുള്ളവരോട് വിളിച്ചു പറയും: അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നയാളോട് കോപിഷ്ഠനാണ്, അതുകൊണ്ട് നിങ്ങളും കോപിഷ്ഠനാവുക. അങ്ങനെ അവരെല്ലാവരും അയാളോട് കോപിഷ്ഠനാകുന്നു. തുടർന്ന് ആ മനുഷ്യനെ ഭൂമിയിലുള്ള എല്ലാവരും അദ്ദേഹത്തോട് കോപിഷ്ഠനാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം പിടിച്ചു വെക്കുക, സ്നേഹം പിടിച്ചു വെക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായിട്ടാണ് അവൻ കാണുന്നത്. അല്ലാഹുവിന്റെ സ്നേഹം പിടിച്ചു പറ്റിയാൽ അവന് സ്വർഗപ്രവേശനം ഉറപ്പാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. റബ്ബിന്റെ സ്നേഹം പിടിച്ചു പറ്റണമെങ്കിൽ, സ്നേഹം കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ തൃപ്തി ആവശ്യമാണ്. ഒരു മനുഷ്യന് ഭൗതിക ജീവിതത്തിലുള്ള എല്ലാ വിഭവങ്ങളും കിട്ടി, എന്നാൽ അല്ലാഹുവിന്റെ തൃപ്തിയും അല്ലാഹുവിന്റെ സ്നേഹവും പിടിച്ചു പറ്റാൻ കഴിഞ്ഞില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം എത്ര വിഭവങ്ങളുണ്ടെങ്കിലും ഏറ്റവും വലിയ പരാജിതനാണ്. ഇനി ഒരു മനുഷ്യന് ഒന്നുമില്ല എടുത്തു പറയാൻ, അല്ലെങ്കിൽ അവന്റെ സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്ത, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഒരു പരാജിതനാണ്. പക്ഷേ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും സ്നേഹവും പിടിച്ചു പറ്റാൻ കഴിഞ്ഞവനാണ് അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ വിജയി അവനായിരിക്കും. പരലോകത്ത് അല്ലാഹുവിനെ നേരിൽ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു സത്യവിശ്വാസിയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അഭിലാഷം എന്ന് പറയുന്നത് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള മുലാഖാത്തും അല്ലാഹുവിന്റെ വജ്ഹ് ദർശിക്കാനുള്ള, അല്ലാഹുവിനെ മുഖം നേരിൽ കാണാനുള്ള ഒരു സൗഭാഗ്യവുമാണ്. അതെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അത് ലഭിക്കാൻ ചില മാർഗങ്ങളും വഴികളും ഒക്കെ വിശുദ്ധ ഖുർആനും പരിശുദ്ധ ഹദീസും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ വിശുദ്ധ ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്: അല്ലാഹുവിനെ ആരോട് ഇഷ്ടം തോന്നിയോ അവനെ മലക്കുകളും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. ആര് അല്ലാഹുവിന്റെ കോപത്തിനിരയാകുന്നോ അവരെ എല്ലാവരും, ദുനിയാവിലുള്ള ഭൂമിയിലുള്ള ആകാശത്തുള്ള എല്ലാവരും അവരോട് കോപമുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന്: അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അല്ലാഹുവിന്റെ സ്നേഹവും ലഭിക്കണം, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഇഷ്ടം ലഭിക്കണം, എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത മറുപടി: ഇസ്ഹദ് ഫിദ്ദുനിയ യുഹിബ്ബുകല്ലാഹ്. നീ ഈ ഭൗതിക ജീവിതത്തോട് വിരക്തിയുള്ളവനാകുക, അതിനോട് ഒരുപാട് ആർത്തിയും
അതിനുവേണ്ടി എന്ത് തോന്നിയവാസം ചെയ്യുന്ന ഒരു സ്വഭാവം നീ ഒഴിവാക്കുക. അങ്ങനെയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ഇനി നീ ജനങ്ങളുടെ അടുക്കലുള്ളതിനെ ആഗ്രഹിക്കാതിരിക്കുക. അവരുടെ പക്കലുള്ളത് നിനക്ക് വേണമെന്നുള്ള വാശി അല്ലെങ്കിൽ നിനക്ക് ലഭിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം അതൊന്നും ഉണ്ടാകാതെ നീ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവനാവുക. അങ്ങനെയെങ്കിൽ യുഹിബ്ബുക്കന്നാസ്, ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയോട് പറയുന്നുണ്ട്. ഇത് നമുക്ക് വേണ്ടിയും കൂടിയുള്ള ഒരു ഉണർത്തലായിട്ട് നാം മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കി ജീവിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം മേടിച്ച് അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.